നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ നടന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റുകൾ പ്രതിയുടേതെന്ന് സ്ഥിരീകരിച്ചതായി മുംബൈ പോലീസ്. എന്നാൽ CCTV-യിൽ കണ്ട ദൃശ്യം തൻ്റെ മകൻ്റേതല്ലെന്ന് പ്രതിയുടെ അച്ഛൻ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ കൺഫ്യൂഷനിടയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ്, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ മുംബൈയിൽ നിന്നുള്ളൊരു BJP നേതാവ് പറഞ്ഞു, അദ്ദേഹം ഇത്രയധികം കുത്തേറ്റിട്ടും ഇത്രയും ലാഘവത്തോടെ നന്നായിട്ട് അദ്ദേഹം നടന്നു വരുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പറയൂ. തീർച്ചയായും SKN, ഈ കാര്യങ്ങളിലൊക്കെ പലർക്കും പല സംശയങ്ങളാണ്. ഏതായാലും ചിലരുടെയൊക്കെ സംശയങ്ങൾ കൂട്ടുന്ന ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഈ സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ നിന്ന് പോലീസിന് വിവരം അറിയിച്ചുകൊണ്ട് നൽകുന്ന രേഖയിലെ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. അതിൽ പറയുന്നത് പുലർച്ചെ 4:10 ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നതാണ്. പക്ഷേ ഈ സംഭവം നടന്ന് ഏതാണ്ട് 2:30-ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ. നമുക്കറിയാം, ഈ ബാന്ദ്രയിലെ ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അധികം ദൂരെയല്ല ഈ ലീലാവതി ആശുപത്രി. അവിടേക്ക് ഇനിയിപ്പോൾ ഓട്ടോയിലാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. ഓട്ടോ കിട്ടാൻ എത്ര നേരം കാത്തിരുന്നു എന്നത് അറിയില്ല. എന്നാൽ പോലും ഏതാണ്ട് 2 മണിക്കൂറിന് അടുത്ത് 1 മണിക്കൂർ 40 മിനിറ്റോളം കഴിഞ്ഞാണ് ഈ സംഭവം നടന്ന് അത്രയും സമയം കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്ന ഇങ്ങനെ ഒരു രേഖ കാണുമ്പോൾ ഇങ്ങനെ സംശയിക്കുന്ന ആളുകളുടെ സംശയം ഒരുപക്ഷെ അത് കൂട്ടാൻ കാരണമായേക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഈ രേഖകൾ പ്രകാരം അഫ്സർ സെയ്ദി എന്നതാണ്. അഫ്സർ സെയ്ദി ആരാണെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കുന്നത് സെയ്ഫ് അലി ഖാൻ്റെ ചില കമ്പനികളിലൊക്കെ ഒരു സഹ ഉടമയായിട്ട് ഇദ്ദേഹമുണ്ട്. ഒരു സെലിബ്രിറ്റി മാനേജർ കൂടിയാണ് ഇദ്ദേഹം എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ദേശീയ മാധ്യമം ഇദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് ഇയാളെ വിളിച്ചെങ്കിലും ഇപ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്നതാണ് ഇയാൾ മറുപടി പറഞ്ഞത്. നേരത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഓട്ടോയിൽ എത്തിയപ്പോൾ സെയ്ഫ് അലി ഖാനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ തൈമൂർ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നാണ്. ഇങ്ങനെ ഒരാളുടെ പേര് എവിടെയും ആ ഘട്ടത്തിലൊന്നും പറഞ്ഞു കേട്ടിരുന്നില്ല. അങ്ങനെ ഒരാളുടെ പേര് വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ 6 മുറിവുകളാണ് ശരീരത്തിൽ ഉള്ളത് എന്നതായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. പക്ഷേ 5 മുറിവുകളാണ് എന്ന കാര്യവും ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസിന് നിർണായകമായൊരു നീക്കം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. പ്രതിയുടെ ഈ ഫിംഗർ പ്രിൻറ്റുകൾ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റുമായി മാച്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇയാൾ തന്നെയാണ് പ്രതി എന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അതേസമയം ഈ CCTV ദൃശ്യം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യത്തിൽ CCTV-യിൽ കാണുന്നയാളും ഈ പ്രതിയും ഒരാളല്ല എന്നാണ് പ്രതിയുടെ അച്ഛൻ പറയുന്നത്.